ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറെ നാളായില്ലേ കൃഷിയുടെയൊക്കെ വീഡിയോ ഇട്ടിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു രീതിയിലൊരു ചീര കൃഷിയുടെ വീഡിയോ ആണ്. നമ്മുടെ ആവശ്യത്തിന് മാത്രം ഒരു ചെറിയ രീതിയിൽ ചീര കൃഷിയുടെ വീഡിയോ ആണ്. കൂടുതൽ വസ്തുവൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയൊരു ചീര കൃഷിയാണ് ഇത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ തന്നെ കൂടുതൽ വിഷമൊക്കെ അടിക്കത്തില്ലേ, അവർ പണം ലാവാതിരിക്കുക, അവർക്ക് ലാഭത്തിനൊക്കെ വേണ്ടി. പക്ഷെ അതേപോലത്തെ അല്ല ഇത്. നമ്മുടെ കുറച്ച് കോഴി വേസ്റ്റൊക്കെ, കോഴി കാഷ്ടമൊക്കെ ഇട്ട്, കോഴി കാഷ്ടം മാത്രമേ അതിന് ഇടുന്നുള്ളൂ, വളമായിട്ട് വേറെ ഒന്നും ഇടുന്നില്ല. അപ്പൊ നമ്മുടെ ചീര കൃഷി നമുക്ക് കാണാം. നേരെ വീട്ടിലേക്ക് കിടക്കാം. നമ്മുടെ സവാളയ്ക്ക് വേണ്ടി നമ്മളൊരു ചാക്കിൽ നട്ടുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചാക്ക് വെറുതെ അതൊക്കെ സവാളയൊക്കെ പറിച്ചു കഴിഞ്ഞപ്പം വെറുതെ കിടന്നപ്പം നമുക്ക് എന്തെങ്കിലും നടണമെന്ന് വിചാരിച്ചിട്ടപ്പോൾ നമുക്ക് കൂടുതൽ വസ്തുക്കളൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ നടാനാണെങ്കിൽ ഇതേപോലത്തെ ചാക്കിലൊക്കെ ഇങ്ങനെ ചീരയൊക്കെ നടാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് കറികൾക്കൊക്കെ വേണ്ടി, ആവശ്യത്തിനുള്ള കറികൾക്കൊക്കെ വേണ്ടി നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഇത് ഇവിടെ തന്നെ 10-12 ഉണ്ട്. ഇത് നമുക്ക് സവാളയ്ക്ക് വെള്ളം ഒഴിക്കാനായിട്ട് വെച്ചിരുന്നതായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും ചീര നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചീര വിളവെടുക്കുന്ന വീഡിയോ ആണ്. ഇത് വളർന്ന് നല്ല ഇത് ചുമപ്പ് കളറൊക്കെ ആയിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. നമുക്ക് ഇന്ന് വിളവെടുക്കാം. നാലഞ്ചെണ്ണം മുറിച്ചപ്പോൾ തന്നെ നമുക്ക് കറിക്കൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രത്തോളം വന്നിട്ട്, ഇത്രത്തോളമാണ്. 4-5 മുറിച്ചപ്പോൾ തന്നെ ഇത്രത്തോളം കിട്ടും. നമുക്ക് നല്ല അനുയോജ്യമായ ഒരു കൃഷിയാണ്. ഈ ചാക്ക് കണ്ടോ, ഈ ചാക്കിൽ കുറച്ച് ഹോൾസ് ഒക്കെ ഇട്ട് ഞാൻ വളർത്താവുന്നതാണ് ടെറസിലൊക്കെ. ഇതേപോലത്തെ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും കിട്ടും. ഇതേപോലെ വിഷരഹിതമായ ഇതേപോലത്തെ ചീരയൊക്കെ കിട്ടും. ഇതേപോലത്തെ ഈ ടെറസിലൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരു നല്ല രീതിയിൽ കിട്ടുന്നതിന് മുമ്പ് ചെറിയ പ്രായത്തിൽ തന്നെ മുറിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു മുറ്റിപ്പോയ പൂവൊക്കെ വന്നാൽ ഭയങ്കര ടേസ്റ്റ് കുറവായിരിക്കും. പക്ഷെ ഇപ്പോൾ മുറ്റുന്നതിന് മുമ്പ് എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോഴത്തെ കൃഷിയൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നീക്കി ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമസ്കാരം.